ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതിനായിട്ട് കുറച്ച് ഉണക്കച്ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഈ പൊടികളെല്ലാം ഉണക്കച്ചെമ്മീനുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു ചീനിച്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ ചെറിയ തീയിലിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുക. ആ വറുത്ത് കോരിയ എണ്ണയിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി ഇവയെല്ലാം ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതിലോട്ട് നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുത്ത് അതൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ ഇവിടെ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ.